ഹലോ ഡിയർ ഫ്രണ്ട്സ്, പോലീസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് സ്പെഷ്യൽ കറണ്ട് അഫയർ സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 2024 ജനുവരി 21 ഇന്നത്തെ പത്രവാർത്തകളും ഇതിന്റെ തലേ ദിവസത്തെ പത്രവാർത്തകളും ഉൾപ്പെടുത്തി നമ്മളുടെ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. 10 മാർക്കിനാണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. സോ ഏവരും ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുത്തിരിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം തന്നെ ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന യു എസ് പ്രസിഡന്റ് 47ാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോ എന്താണ് ചുമതലയേറ്റിരിക്കുകയാണ്. ജനുവരി 20, 2025 ജനുവരി 20 അദ്ദേഹം എന്താണ് ചുമതല ഏറ്റത്. ഓക്കെ, അടുത്തത് മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഗ്രന്ഥശാല ഏത് എന്നൊരു കാര്യമാണ് അടുത്തതായിരിക്കും കൊണ്ടുവരുന്നത്. ഇത് നല്ലൊരു കറണ്ട് അഫയർ ആണ്, ചോദിക്കാൻ കൊള്ളാം. അതിന്റെ പേരെന്ന് പറയുന്നത് പേരി എന്നുള്ളതിൽ തന്നെ കിടപ്പുണ്ട്. പേരേറ്റിൽ ശ്രീ ജ്ഞാനോദയ സംഘം എന്ന് പറയുന്ന ഗ്രന്ഥശാലയ്ക്കാണ് മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. അപ്പൊ ഈ ഗ്രന്ഥശാലയ്ക്ക് മറ്റ് ചില ചെറിയ ചെറിയ സംഘടനകളൊക്കെ പുരസ്കാരം കൊടുത്തതായിട്ട് പത്രത്തിൽ വാർത്തയുണ്ട്. അപ്പൊ ഇതിന് മുമ്പ് വന്ന കറണ്ട് അഫയർ ആണെങ്കിൽ ഇപ്പോഴും അത് ജനശ്രദ്ധ ആകർഷിച്ച് കിടക്കുകയാണ്. അടുത്തത്, ജപ്പാനിലെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ജപ്പാനിലെ ജയിൽ പുള്ളികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്തിടെ ജയിൽ പുള്ളികളുടെ എണ്ണം വർദ്ധിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. അവിടെ ജയിൽ പുള്ളികളുടെ എണ്ണം വർദ്ധിക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ മോഷണമൊക്കെ ഇപ്പൊ നടക്കുന്നത് ജപ്പാനിലാണ്. അത് മാത്രമല്ല, ജപ്പാനിലെ ജയിൽ പുള്ളികൾക്ക് ഇപ്പം ശിക്ഷ തീർന്നാലും തിരിച്ച് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് വാർത്ത കിടക്കുന്നത്. അതായത് അവർക്ക് ജയിലിൽ കിട്ടുന്ന സൗകര്യങ്ങൾ, അതായത് പൈസ ചിലവൊന്നും ഇല്ലല്ലോ, അവിടെ ജോലി ചെയ്താൽ ഇങ്ങോട്ട് പൈസ കിട്ടും. അപ്പൊ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രതിമാസം ഒരുപാട് yen ചിലവാകുന്നുണ്ട്. ഓക്കെ, അടുത്ത COVID-19 കാര്യമാണ്. COVID-19 കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടുള്ളത്. അടുത്തത്, ലക്നൗ സൂപ്പർ ജെയിൻസ് എന്ന് പറയുന്ന IPL ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? ഋഷഭ് പന്ത് തന്നെയാണ്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനെയാണ് തിരഞ്ഞെടുത്തത്. അടുത്തത്, പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് നടക്കുകയുണ്ടായി. അതിൽ വിജയിയായത് ഇന്ത്യയാണ്. ഇന്ത്യ വെച്ച് തന്നെയാണ് നടന്നത്. നേപ്പാൾ ആയിരുന്നു ഫൈനലിൽ റണ്ണറപ്പ് ആയിട്ട് ഉണ്ടായിരുന്നത്. 2025 ലോക സാമ്പത്തിക ഫോറം, അതിന്റെ സ്ഥിരം വേദി എവിടെയാണ്? അവിടെ തന്നെയാണ് 2025ലെയും വേദി. സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. ഓക്കെ, 2003 മാത്രം ന്യൂയോർക്ക് ആയിരുന്നു. 2003 മാത്രം എവിടെയായിരുന്നു വേദി ചേഞ്ച് ഉണ്ടായിരുന്നു? ന്യൂയോർക്കാണ്. അതൊരു സ്റ്റാറ്റിക് GK ആയിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയർ ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് CRPFന്റെ ഡയറക്ടർ ജനറൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ ആളുടെ പേര് പഠിക്കുക, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. ആരാണ്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. ഇനി ഗുപ്തൻ നായർ പുരസ്കാരം. ഈ സംഭവം 2013, 15 അങ്ങോട്ട് പുറകോട്ടിലുള്ള LD പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. അടുത്തിടെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് പഠിച്ചിരിക്കുക. SK വസന്തനാണ് ഗുപ്തൻ നായർ പുരസ്കാരം ലേറ്റസ്റ്റ് ലഭിച്ചത്. SK വസന്തന്റെ പ്രത്യേകത, കഴിഞ്ഞ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാര വിജയിയാണ് SK വസന്തൻ. കുടുംബശ്രീ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ ശുചിത്വ ഉച്ചകോടി, ഉച്ചകോടി എവിടെയാണ് 2025 നടക്കാൻ പോകുന്ന വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം. കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിക്ക് വേദിയാവുന്നത് കുടുംബശ്രീ സംഘടിപ്പിക്കുന്നതാണ് തിരുവനന്തപുരം. അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ്, BCCIയുടെ ഓംബുഡ്സ്മാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അരുൺ കുമാർ മിശ്ര അല്ലെങ്കിൽ AK മിശ്ര. അദ്ദേഹം പഴയ ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. ഇപ്പൊ അദ്ദേഹം BCCIയുടെ ഓംബുഡ്സ്മാനായിട്ട് ചുമതല ഏറ്റിരിക്കുകയാണ്. രാമസുബ്രഹ്മണ്യമാണ് നിലവില് എവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് ഉള്ളത്. ഓക്കെ, ആ കാര്യം നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. നമുക്ക് അടുത്ത സെഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത കറണ്ട് അഫയർ സെഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമുക്ക് ബ്രിക്സ് രാജ്യങ്ങളെ കുറിച്ച് അറിയാലേ. ബ്രിക്സ് ടീമില് പുതിയതായിട്ട് പങ്കാളിയായ രാജ്യം എന്ന് ചോദിച്ചാൽ നൈജീരിയ. ഇനി KM മാണി ബജറ്റുകളും അദ്ദേഹത്തിന്റെ ബജറ്റിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി പാഠപുസ്തകം തയ്യാറാക്കാനായിട്ട് റോഷി അഗസ്റ്റിൻ ഉത്തരവിടുകയുണ്ടായി. അപ്പം
പുതിയ SCERT ചാപ്റ്റേഴ്സിൽ ഇനി KM മാണിയുടെ ബജറ്റും ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ബജറ്റുകൾ ആരുടെയാണ് ഉൾപ്പെടുത്താൻ പോകുന്നതെന്നും പറഞ്ഞാൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ KM മാണി ഒന്നും ഓർത്തിരിക്കുക. അടുത്തത് ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്, 2024 54 54 രണ്ടിലും 4 ഉണ്ട്. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷൻ ആണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഗോപയാണ്. ഓക്കെ, ഓടക്കുഴൽ പുരസ്കാരം 54ാമത്തത് 2024 ഗോപ K അരവിന്ദാക്ഷൻ. അടുത്തത് ഖാദർ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ മുമ്പ് സ്ട്രാറ്റജിക്കൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പം ജില്ലാ കലോത്സവം വരെ മതി, അതായത് സ്റ്റേറ്റ് കലോത്സവം വേണ്ട എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഖാദർ കമ്മിറ്റിയാണ് നിരീക്ഷിച്ച് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ അവരുടെ അഭിപ്രായമാണ് ഖാദർ കമ്മിറ്റിയാണോ ചോദിക്കാം. കലോത്സവങ്ങൾ ജില്ലാതലത്തിൽ വരെ മതി എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കമ്മിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഖാദർ കമ്മിറ്റിയാണ്. അവരുടെ 2-3 കാര്യങ്ങളുണ്ട്. അവർ ഈ കലകളെ 3ആയിട്ട് വിഭജിച്ച് ഈ കലോത്സവം സംഘടിപ്പിക്കണം. അതേപോലെ കലോത്സവം ജില്ലാതലം വരെ മതി എന്ന് അഭിപ്രായപ്പെട്ടു. ഇനി 5ാം ക്ലാസ് സ്റ്റാൻഡേർഡ് 5 മുതൽ 5ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഈ കലാവിദ്യാഭ്യാസം പഠനത്തോടൊപ്പം നൽകണമെന്നും ഖാദർ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. അപ്പൊ ഖാദർ കമ്മിറ്റി കൊണ്ടുവന്ന പ്രധാന ഒരു മാറ്റം വരുത്താൻ വേണ്ടി അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കലോത്സവം ജില്ലാതലം വരെ മതി എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷൻ ഖാദർ കമ്മിറ്റി. മതനിന്ദ കാരണം ഇറാൻ പോപ്പ് ഗായകന് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ആ പോപ്പ് ഗായകന്റെ പേര് ടാറ്റലു ആണ്. അപ്പൊ മതനിന്ദ മൂലം ഏത് ഇറാൻ ഗായകന്, പോപ്പ് ഗായകനാണ് വധശിക്ഷ അടുത്തിടെ ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ടാറ്റലു. ഓക്കെ, ടാറ്റു അടിച്ച് മതനിന്ദ വരുത്തി എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് നടൻ വിജയരംഗരാജു അന്തരിച്ചു. ആ ആളുടെ നിങ്ങൾക്ക് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആരാണെന്ന്. വിയറ്റ്നാം കോളനി സിനിമയിലെ റാവുത്തറായിട്ട് വരുന്ന ഭീമാകാരനായ ക്യാരക്ടറാണ് ഈ പറഞ്ഞ നടൻ വിജയരംഗരാജു. അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വിയോഗമായിട്ട് ചോദിക്കാം. അടുത്തത് ബി അശോക്. അത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ബി അശോക് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി ചുമതലയെടുത്തത്. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത് ബി അശോക്. അടുത്തത് ഇന്ത്യയിലെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുടിമടക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. പുടിമടക്ക് അതെന്ന് പറയുന്നത് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം എന്നും ഓപ്ഷനിൽ വരാം. ഇനി എടുത്ത് ചോദിക്കണമെങ്കിൽ പുടിമടക്കും വരാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായ പുടിമടക്ക് ഏത് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാം. വിശാഖപട്ടണം. ലാപ്രോസ് എന്ന് പറയുന്നത് ഒരു നാവിക അഭ്യാസമാണ്. അതിൽ പങ്കെടുത്ത ഇന്ത്യയിലെ ഒരേ ഒരു നാവിക കപ്പൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ INS മുംബൈ. അപ്പൊ അടുത്തത് ഇന്ത്യയിൽ ഇപ്പം വളരെയധികം വളർന്നു വരുന്ന ഒരു കാര്യമാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ അല്ലെ. സൈബർ കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് സഹകരണ കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതെന്ന് ചോദിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പോയിന്റ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ആ പോയിന്റ് ഏതാണ്? അമേരിക്കയാണ് കേട്ടോ, അമേരിക്ക. ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. 2ാം സ്ഥാനം ഗോവയാണ്. അടുത്ത ഒരു പുസ്തകമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ഫാക്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ അരുൺ ഷൂരിയാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉള്ളത്. എല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക, ഒന്നുപോലും വിട്ടുപോകരുത്. ഞാൻ ആദ്യം പറഞ്ഞൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഡൊണാൾഡ് ട്രംപിൽ തുടങ്ങി സവർക്കറുടെ ഒരു പേരിലുള്ള പുസ്തകം, അരുൺ ഷൂരി എഴുതിയ പുസ്തകം വരെയുള്ള കുറെ അധികം കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ഒന്ന് റിപ്പീറ്റ് അടിച്ച് വായിച്ചു കഴിയുകയോ ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുകയോ ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.